നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മൊറീഞ്ഞോ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ എതിർ ടീം കോച്ചിൻ്റെ മുഖത്ത് പോയി അധികം പിച്ചി പറിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നുള്ളി വലിച്ചിരിക്കുന്നു. കോച്ച് നേരെ നിലത്തേക്ക് വീഴുകയാണ്. അതൊരു ഓവറാക്കലാണ്. സംഗതി എന്തായാലും മൊറീഞ്ഞോ തൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുത്തില്ല എന്നുള്ളത് വീണ്ടും പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് ഇവ തുർക്കിഷ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നമ്മൾ കണ്ടത്. തുർക്കിഷ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ 2-1 ഫെനർബാഷയെ ഗാലറ്റസറായി പരാജയപ്പെടുത്തി. വിക്ടർ ഓസിമെനാണ് ഗാലറ്റസറായിയുടെ 2 ഗോളുകളും കണ്ടെത്തിയത്. ഇത് വളരെ സ്പൈസി ആയിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു. വലിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടായി. 5 റെഡ് കാർഡുകളാണ് അവസാനം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറേ സമയത്ത് ആഡഡ് ടൈം ഉണ്ടായിരുന്നു. 10-15 മിനിറ്റ് സമയത്തെ ആഡഡ് ടൈം. അതിലും ബോൾ വേസ്റ്റിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് കളി അവസാനിച്ചത്. വളരെ സ്പൈസി ആയിരുന്നു. അപ്പോൾ കളി കഴിഞ്ഞിട്ട് എതിർ ടീമിൻ്റെ കോച്ചുമായിട്ട് പ്രശ്നമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഹോസെ മൊറീഞ്ഞോ റഫറിമാരോട് എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുകയാണ്. കളി കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ എതിർ ടീമിൻ്റെ കോച്ച് വന്ന് റഫറിമാർ കൈയൊക്കെ കൊടുത്ത് മൊറീഞ്ഞോ നോക്കുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. ആ ആംഗ്യം ഒരു പക്ഷേ മൊറീഞ്ഞോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം നേരെ ആ കോച്ചിൻ്റെ പിന്നാലെ ചെന്നിട്ട് മുഖത്ത് ഇങ്ങനെ പിൻ ചെയ്യുകയാണ്. അപ്പോൾ അത് കിട്ടിയ പാടെ അയാൾ മറിഞ്ഞ് വീഴുന്നുമുണ്ട്. സംഗതി എന്തായാലും വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. മൊറീഞ്ഞോക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടല്ലോ, അവിടെ ടർക്കിഷ് ലീഗിൽ ഇതുപോലെ പ്രശ്നങ്ങൾ. മൊറീഞ്ഞോ നടത്തിയ ഒരു പദപ്രയോഗം അത് വംശീയമായിട്ടുള്ള അധിക്ഷേപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അധികമായിട്ടില്ല. അപ്പോഴേക്കും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി മൊറീഞ്ഞോ എത്തുകയാണ്. മൊറീഞ്ഞോ ഇങ്ങനെയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.